കർക്കിടമായില്ലേ, ഇനിയെങ്കിലും വീടൊന്ന് വൃത്തിയാക്കണ്ടേ? എന്റെ കർത്താവ് ഈ അമ്മയുടെ പറച്ചിലോട്ടൊന്നും കർക്കിടകം ആദ്യമായിട്ട് വരികയാണ്. ഇതിനു മുമ്പ് കർക്കിടകം വന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെതായ രീതിയിൽ തന്നെ ആചരിച്ചിട്ടുമുണ്ട്. ഓ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അമ്മയുടെ പറച്ചിലോട്ട് ഞാൻ പറഞ്ഞോളൂ. കുറേ ദിവസം സമാധാനം ഉണ്ടായിരുന്നു, മനുഷ്യന്റെ സ്വസ്ഥത. എന്താണ് ഞാനേ രാമായണത്തിലെ ഒരു മന്ത്രം പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. എന്റെ പൊന്നെ, ക്രിസ്മസിന് പോലും പള്ളിയിൽ പോകാത്ത രാമായണത്തിൽ ഒരു മന്ത്രം പറയുന്നത്. എന്റെ പൊന്നെ, പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് ഇങ്ങനെ വൃത്തിയാക്കിയോണ്ട് ഈ വീട് വൃത്തിയാവൂല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളെ വിളിച്ച് നന്നായിട്ട് വൃത്തിയാക്കണം. അങ്ങനത്തെ ടീമുകളെ ഇവിടെ താമസിച്ചിരുന്നത്. എന്റെ പൊന്നു ക്ലീറ്റോ, നിങ്ങൾ ഇതുവരെ ഇത് വിട്ടില്ലേ ക്ലീറ്റോ? അതുങ്ങളെ വെറുതെ വീട്, അവരവിടെ താമസം തുടങ്ങി. ഓ വേണ്ട, വല്ല കീടനാശിനി വാങ്ങിച്ച് തളിച്ചിട്ട് വേണം ഇത് വൃത്തിയാക്കാൻ. നിന്റെ താഴത്തെ വീട്ടിൽ, അല്ലാതെ ഇവിടെ അല്ല. അപ്പൊ അമ്മ ഉദ്ദേശിച്ചത് ഞാൻ കീടം, അവിടെ താമസിക്കണം, ഞാൻ കീടം. അപ്പൊ നിനക്ക് മനസ്സിലായല്ലോ കീടമാണ്. ശരി ശരി. എന്റെ പൊന്നോ, അമ്മതേ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് തുടച്ചു, അങ്ങോട്ട് നോക്കണ്ട. ചൂലെന്താ വേറെ ഉണ്ടായല്ലോ. അമ്മാവയുടെ പടി തങ്കം. ഞാനിപ്പോ ഇന്ന് വന്നല്ലേ ഉള്ളൂ ക്ലീറ്റോ, എനിക്കറിയാം. സഹോദരനാ അവനെ. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിരിക്കുക. അറിയാമോ? രാമായണ മന്ത്രം വായിക്കാൻ അറിയാമോ? അപ്പൊ അയാള് കുളിക്കണമെങ്കിൽ കർക്കിടകം പറഞ്ഞല്ലേ, കുളിക്കൂലെന്ന് തോന്നുന്നു പറഞ്ഞില്ല. നീ അതും ഇല്ലല്ലോ. ഇവിടെ ഒന്ന് വൃത്തിയാക്കുന്ന കാര്യം പറഞ്ഞാ ഈ രണ്ടും കൂടെ കിടന്ന് എന്റെ നേരെ കുത്തു കയറി. ഒന്നുമില്ല എന്റെ അമ്മാവോ, അമ്മയ്ക്ക് ഇത് ഇപ്പൊ തന്നെ അയ്യോ, ഞാൻ കീടം, ഞാൻ പുറമ്പോക്ക്. നമ്മൾ ഇതിലൊന്നും കൊള്ളൂല. എന്റെ മോനെ അഴകേശാ, നീ അവന്റെ വർത്താനം കേട്ടൊക്കെ നിന്റെ അളിയന്റെ ഈ ഫോട്ടോ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ്. ഈ അളിയന്റെ ഫോട്ടോ ഞാനോ? അളിയന്റെ ഫോട്ടോയെ അളിയൻ തന്നെയാണ് വൃത്തിയാക്കേണ്ടത്. അതെ, മരുവനും ആവാം അമ്മാമന്റെ ഫോട്ടോ. ഞാനതിൽ തൊട്ടില്ല, അത് കീടം. ഞാൻ തൊട്ടാൽ അത് നാശമായി പോകും, കീടനാശി. ഒരു നനഞ്ഞ തുണി എടുത്ത് വെച്ചേ. നല്ല നല്ല പുതിയ തുണി എടുക്കും. ഇപ്പൊ എങ്ങനെ തുടച്ചാലും അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതങ്ങനെ അങ്ങ് ഇരുന്നോട്ട്. ലോകത്ത് വേറെ ആർക്കും ഇല്ല പുച്ഛം മുഴുവൻ അവിൽദാരും അവന് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ. എന്ത് പറഞ്ഞാലും എന്താ അളിയനായി പോയില്ലേ. ഓ, ഇവിടെ സമയത്തൊരു സാധനം വെച്ചാൽ സമയത്ത് കിട്ടില്ലല്ലോ. ചീപ്പ് നോക്കിയാൽ ചീപ്പ് ഒരിടത്ത്, പൗഡർ ഒരിടത്ത്, ഒരു സാധനം വെക്കണെടുത്തിരിക്കൂല. നിങ്ങളുടെ ചീപ്പ് ഞങ്ങൾക്ക് എന്തിനാ? എന്തിനാന്ന് ചോദിച്ചിട്ട് കാര്യമല്ല, അത് ഞാൻ നോക്കണത് കാണില്ലല്ലോ. എന്തോന്നു എല്ലാ ദിവസവും കഴിക്കണല്ലേ എന്റെ തങ്ക, ഇന്നും ഇത് തന്നെ. എന്ത് കുഴപ്പം? അതെ, നിങ്ങൾ കർക്കിടക കഞ്ഞി കുടിക്കുക, പച്ചക്കറി കഴിക്കുക, എന്ത് വേണേലും ചെയ്താൽ ഞാനൊരു പാവ സത്യക്രിസ്ത്യാനിയാണ്. എനിക്ക് ഇച്ചിരി ഇറച്ചി മീനൊന്നും ഇല്ലാതെ പറ്റൂല. 365 ദിവസം ഇറച്ചി മീനും തന്നെയല്ലേ തിന്നണത്, കൊന്നതിനും ചത്തതിനൊക്കെ. ഓ, അതുകൊണ്ട് ഇത് 10-20 ദിവസം കൂടി ഇനി സഹിക്കാതെ ഒരു രക്ഷയില്ല എന്റെ ക്ലീറ്റോ. ശരീരത്തിന് വേണ്ടിയിട്ടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അതാ ഇത് നാളെ പോലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോണം. ആണോന്നല്ല പിന്നല്ലാതെ. ഓ, ഏത് സമയത്താണെന്തോ ആ അമ്പളിക്കുട്ടനെ പറഞ്ഞു വിട്ടത്. കർക്കിടകം കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അയ്യോ, ആ മുഖം ഒന്ന് കാണിച്ചേ. നിങ്ങൾക്ക് എന്തെല്ലാം ധൃതിയാരെ പറഞ്ഞു വിടാൻ. ഇപ്പൊ എന്തായി? അല്ല, ഈ മുതലുകൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യും ഞാൻ. പിന്നെ കഞ്ഞി എങ്ങനെയുണ്ട്? അമ്മാവ മുഖത്ത് നോക്കിയ ഞാൻ വർത്താനം പറയല്ലേ. എടാ, ഞാൻ അതല്ല പറഞ്ഞേ. കഞ്ഞി എങ്ങനെയുണ്ട് എന്നാ വെച്ചു. കഷ്ടം തന്നെ ഇത്. നീ ഇപ്പൊ കുടിക്കണുള്ളൂ? ഞാൻ കുടിച്ചില്ല. 1-2 ദിവസമൊക്കെ ഇത് കുടിക്കാം. ദിവസം ഇത് തന്നെ കുടിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന്റെ മഹത്വം അറിയില്ല. അതാ. എന്താ നടരായ? എന്തോ നമ്മുടെ പാർട്ടി രാമായണ പാരായണോ? ഇനി അതിൻ്റെ കുറവുകൂടെ ഉള്ളൂ നമ്മുടെ പാർട്ടി. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇത് വെച്ചിട്ട് പോടെ. ഒന്നാമത് മനുഷ്യരുടെ ഭ്രാന്തെടുത്തിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ വീട്ടിൽ പാരായണം നടത്ത്. ശരി, വെച്ചേരെ. നടരാജൻ പറഞ്ഞാലും ഒരു തെറ്റൂലടാ. ഇപ്പൊ പാർട്ടികളല്ലേ രാമായണ പാരായണവും അതേമാതിരി ഇഫ്താറൊക്കെ ആഘോഷിക്കണത്. ഘോഷയാത്ര വരെ നടത്തണം എല്ലാ പാർട്ടിക്കാരും. അതെ, അങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്ക് ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും താല്പര്യമില്ല. ദൈവത്തിന് വോട്ടില്ലല്ലോ, അതാവും. അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വോട്ട് കിട്ടിയിട്ട് ക്ലീറ്റോയ്ക്കും പാർട്ടിക്കും മതി. എന്നല്ലേ ഞാൻ പോരാ. ഇതെവിടെ പോവാ? ഇപ്പൊ അമ്പലത്തിൽ പോയി വന്നല്ലേ ഉള്ളൂ. പെണ്ണാണാൻ പോവാ? എടി പോത്തെ, കർക്കിടക മാസത്തിൽ ആരെങ്കിലും പെണ്ണ് കാണും? അയ്യോ, ബാക്കി 11 മാസം കണ്ടതിന്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല, മുഖത്തുണ്ട്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നല്ലൊരു ആലോചന ഒത്തു വന്നാൽ നീ ഞാൻ പെണ്ണ് കാണാം. നീ പോണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ? ഇറങ്ങാ, ഞാൻ വേഗം പോയിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് വരാം. ഇത് എവിടെ പോണ കാര്യം പറയണേ? എടാ, 2 ദിവസം മുമ്പത്തെ മഴക്കേ ആ വീടിന്റെ ബാക്കിൽ 2 തേക്ക് നിരുന്നില്ലേ, അത് പൊഴങ്ങി വീണു.
തേക്കിന് നാരായ പേരില്ലല്ലോ. നമ്മളെ ക്ലീറ്റസിനെ പോലെ അല്ലേ? അപ്പൊ അത് നോക്കാൻ രണ്ടാൾ വരാന്ന് പറഞ്ഞിട്ട് കിട്ടിയ വിലക്ക് വിൽക്കണം. തേക്കിനാണെങ്കിൽ നല്ലൊരു പാർട്ടി എൻ്റെ ഉണ്ട്. എന്താ അവന്റെ ഉഷാർ നോക്കിയേക്ക്. 10 പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ചാടി പുറപ്പെട്ടോളൂ. അയ്യോ 10 പൈസ ഈ കുടുംബത്തിൽ നിങ്ങൾക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുൻകൈ എടുക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അല്ലല്ലോ, കമ്മീഷനൊന്നും തരില്ല. അങ്ങനെയാണെങ്കിൽ പോരെ. എൻ്റെ അമ്മാവ ഇത് ആർക്ക് വേണ്ടിയാണ്? ഇതെല്ലാം കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് ഇതേ അവസാനം ഇരുന്നിരുന്ന് ഒരു ദിവസം ഒരൊറ്റ പോക്കങ്ങ് പോകും. അവസാനം മേളിൽ പോയിരുന്നിട്ട് നോക്കിട്ട് അയ്യോ ദേ ഇരിക്കുന്നു, ആർക്കും കൊടുത്തുമില്ല, പാവം തങ്കത്തിനും ക്ലീറ്റോയ്ക്കും എല്ലാം കൊടുത്തെങ്കിൽ അങ്ങനെയെങ്കിലും ആയനെന്ന് പറഞ്ഞ സമാധാനം. ആ പൂതി അവിടെ മനസ്സിൽ വെച്ചാൽ മതി. എടാ ഞാനൊന്നും അത്ര പെട്ടെന്ന് മേപ്പെട്ട് പോയില്ല. എനിക്കൊരു അസുഖമില്ല, എന്റെ ശരീരത്തിന് ഒരു ഇളക്കുമില്ല. പക്ഷെ ഇളക്കമുള്ള 3-4 ഫാൻ അവിടെ വീട്ടിലുണ്ട്. അത് വന്ന് തലയിൽ വീഴാൻ വലിയ സമയമൊന്നും വേണ്ട കേട്ടാ. കരിനാക്ക് പുറത്തോരൊന്നും പറയലടാ. ഞാൻ കൂടെ വരണം കൊണ്ട് പോണതൊക്കെ കൊള്ളാം. ഔഷധക്കഞ്ഞിയുടെ 3-4 കിറ്റ് കൂടെ വാങ്ങിച്ചോണ്ട് വരണം കേട്ടാ. അയ്യോ അത് എത്ര പെട്ടെന്ന് തീർന്നോ? ചാക്കുംപടി നീ വാങ്ങിച്ചു വെച്ചിരുന്ന ഇവിടെ. അല്ല എന്നാലും ഒരു കാര്യം നോക്കുമ്പോ ആരും കുടിക്കണില്ല. അത് ഒന്ന് പെടുത്ത് കുടിക്കണ്ടല്ലോ. നമുക്കേ ആ രാഘവന്റെ കടയിൽ പറഞ്ഞിട്ട് ഒരു ലോറി സാധനം ഇറക്കിക്കാനോ. കഞ്ഞി എന്റെ പൊന്നെ വേറെ വല്ല ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ എന്റെ വിധം മാറി. ഞാൻ പറഞ്ഞില്ലെന്ന്. അമ്മ കുടിക്കണോ? ക്ലീറ്റോ എടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് പോയാ മനുഷ്യന് ഇതൊന്നും തിന്നൂല. Alien versus Alien.